ഹലോ ബ്രോ എന്റെ വീടൊന്ന് തേക്കണമായിരുന്നു. ഓ തേക്കാനാണോ? അയ്യോ ചന്ദ്രു എന്തായാലും കുണ്ടി കൊണ്ട് കുറെ പണിയെടുത്ത് ക്ഷീണിച്ചാണല്ലോ. വാ ചന്ദ്രു, ഗ്യാങ് ഇല്ലെങ്കിൽ എന്താ നിന്റെ ഗ്യാങ് ബാങ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നോ? നീ വെളിയിൽ എനിക്ക് മുന്നേ വെളിയിൽ മുതലേ മുഞ്ചിക്കാൻ തുടങ്ങിയേ വേറെ പല ഗെയിമിലും. എടാ എന്റെ മുഖം ശരിയായല്ലോ. മുഖം ശരിയായി, മുഖം ശരിയായി, മുഖം ശരിയായി ഗൈസ്, മുഖം ശരിയായി. ഞാൻ സത്യം പറയല്ല, പണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ കണ്ണാപ്പി ഏതെങ്കിലും കൊച്ചിനെ വിളിച്ചോണ്ട് വരുന്നല്ലേ നോക്കൂന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോയി വിഷം ഇറക്കി തമ്മിലടിപ്പിച്ച് ആലമുണ്ടാക്കിയും ബഹളം ഉണ്ടാക്കിയും ഞാൻ അത് അടിച്ചു പിടിക്കാറുണ്ട്. പക്ഷെ ലോജിക്കലി ചിന്തിച്ച് കഴിഞ്ഞാൽ ഞാൻ ആ ശരി ചെയ്യുന്നതല്ല നമ്മുടെ ഗ്യാങ്ങിന് നല്ലത്. അവൻ അറ്റ്ലീസ്റ്റ് ആ കപ്പിൾ ആർപിയുടെ പുറകെ പോവുകയാണെങ്കിൽ പോട്ടെ, നമുക്ക് ശല്യമില്ലല്ലോ. അവൻ ആ ഒരു കൊച്ചിൻ്റെ പുറകെയില്ല, അവൻ പോട്ടെ, അവൻ അങ്ങനെ പോട്ടെ. മറ്റേത് അവൻ അതെങ്ങാനും ഇല്ലെങ്കിൽ അവൻ പോയി വല്ലയിടത്തും വള്ളി എടുക്കും, പീഡിയായിട്ട് ചൊറിയും, ഗ്യാങ്ങുമായിട്ട് ചൊറിയും, പ്രശ്നം ഉണ്ടാക്കും, ഗ്യാങ് ബാന് എന്തിന് വെറുതെ. ഞാൻ ആലോചിച്ചിട്ട് എങ്ങനെ പോയാലും അവനൊരു പെണ്ണിൻ്റെ പുറകെ പോകുന്നത് തന്നെയാണ് നമ്മുടെ ഗ്യാങ്ങിനും നമ്മുടെ നല്ലതിനും ഏറ്റവും നല്ലതായിട്ടുള്ള കാര്യം. അതുകൊണ്ട് അവൻ്റെ ആർപിയിൽ അവനെ വേണമെങ്കിൽ നമ്മൾ ആ കപ്പിൾ ആർപിയിലോട്ട് നമുക്ക് കൂടുതൽ തള്ളിവിടാം. പക്ഷെ ഒരിക്കലും അതിനെ ബ്രേക്കപ്പിലോട്ട് പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. മനസ്സിലായില്ലേ? ബ്രേക്കപ്പിലോട്ട് പ്രോത്സാഹിപ്പിക്കേണ്ട. അവൻ നല്ലൊരു കപ്പിൾ ആർപി ഇട്ട് 1 or 2 ഒക്കെ കപ്പിൾ ആർപി ചെയ്തോട്ടെ. നമുക്കപ്പം നമുക്ക് സമാധാനം ഉണ്ടല്ലോ, ഗ്യാങ്ങിന് സമാധാനം ഉണ്ടല്ലോ, അത് മതി. ഇന്നിപ്പം ഗ്യാങ് ആക്റ്റീവ് ആകുമ്പോൾ മറ്റേ അവളെയും എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാക്കിയിട്ട് വരും. അതാണ് ആ ചെറുക്കൻ്റെ പ്രശ്നം. ചെറുക്കനല്ല, അവൻ പ്രാന്തൻ. ലാസ്റ്റ് ലൊക്കേഷൻ ഞാൻ ചത്താണ് കിടക്കുന്നതെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. അല്ല യു ആർ ഇൻ സേഫ് സോൺ ബെഞ്ച്. ഓക്കെ, ചത്തു. ഓക്കെ എടാ, ഇത് ഹെൽപ്പ് ഇട്ടിട്ട് അഡ്മിനെ ഹെൽപ്പ് ഇട്ടിട്ട് നമുക്ക് ആദ്യം നമ്മുടെ ക്യാരക്ടറിൻ്റെ ഫേസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യട്ടെ. നാരദൻ്റെ വീഡിയോയിൽ ലിങ്ക് ഇടാൻ പറഞ്ഞിട്ട് ഇട്ടില്ലടാ, ഞാൻ എന്ത് ചെയ്യാനാ? /help പ്ലെയർ ആസ്ക് ഹെൽപ്പ് നെക്സ്റ്റ് മാറിപ്പോയി ചേഞ്ച് ഇട്ട് തരാവോ? ഹെൽത്തി കുട്ടാ. എടാ ഇത് റോളും വാങ്ങണം. ഇട്ടിട്ടുണ്ട്, നോക്കാം. എടാ നോക്കാം. ഇനിയിപ്പോൾ ആർപി കയറിയില്ല ഗൈസ്. ആർപിന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് കാണാം. ഇനി ആർപിന്ന് ഇറങ്ങുമ്പോൾ കാണാം. ആർപി കയറിയില്ല. കയറിയ ഫ്ലോ കളയണോ? നിങ്ങൾ തന്നെയാണ് ആർപി കയറാൻ പറയുന്നത്. ആർപി കയറി കഴിയുമ്പോൾ പിന്നെ ഇറങ്ങാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും കയറാനൊരു ഇത് കാണത്തില്ല. ഞാൻ ആ ഫുൾ അതിൽ നോക്കിയിട്ട് ഞാൻ കാണാത്തതുകൊണ്ടാണ് ആർപിയിലോട്ട് കയറിയത്. ഓൾറെഡി ഇന്നൊരു മൂഡ് പോയടാ. നാരദൻ്റെ തന്നെ കോപ്പറേറ്റ് വല്ലതും ഉണ്ടോ? ഒന്ന് നോക്കിയിട്ട് പറയണേ, അറിയുന്ന ആരെങ്കിലും. ഓക്കെ താങ്ക് യു ഗൈസ്, താങ്ക് യു. എടാ, ഇത് നിങ്ങൾക്ക് എന്നെ പോലെ തോന്നുന്നുണ്ടോ? ഇത് എന്നെ പോലെ ഇരിക്കുന്ന വേറെ ആരോ പോലും അല്ല, വേറെ ആരോ ആണ് മൊത്തത്തിൽ. ഹോസ്പിറ്റലിൽ പോയി സർജറി ചെയ്യാനോ? ഹോസ്പിറ്റലിൽ പോയി സർജറി ചെയ്യാൻ പറ്റുമോ? റവന്യൂ പോയി. എടാ കുഴപ്പമില്ലടാ, റവന്യൂ അല്ലേ, നമുക്ക് ഇനി ഉണ്ടാക്കാമല്ലോടാ. ധൈര്യമായിട്ടിരിക്കുക. പൈസയൊക്കെ നമുക്ക് റവന്യൂ അല്ലേ. നമ്മൾ ഇനി ഇന്ന് സ്ട്രീം ചെയ്യുന്ന ആളെ നിങ്ങൾ കാണാൻ വരത്തില്ലേ? കണ്ടന്റ് ഉണ്ടെങ്കിൽ നല്ല ലൈവാണ് ചെയ്യുന്നത്, കാണാൻ വരത്തില്ലേ? പിന്നെ എന്ത് ടെൻഷൻ? അയ്യോ, ഹലോ 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 ബ്രോ എന്റെ വീടൊന്ന് തേക്കണമായിരുന്നു. ഓ തേക്കാനാണോ? അയ്യോ ചന്ദ്രു നീ എന്ത് പരിപാടി? അല്ല, വീട് തേക്കാൻ ഒരാളെ നോക്കി തപ്പി അടക്കത്. ഇങ്ങനെ ബംഗാളികളിൽ കിട്ടുവാണെങ്കിലേ വീടിന്റെ അല്ലേ നാളെ ബാന് തീരുവല്ലേ, അപ്പൊ വീടിന്റെ മെയിൻ്റെനൻസ് ഒക്കെ ഞാൻ പെട്ടെന്ന്. ഓ അങ്ങനെ വാ നമുക്ക് വീട്ടിലോട്ട് പോവാം. എന്തായാലും കുണ്ടി കൊണ്ട് കുറെ പണിയെടുത്ത് ക്ഷീണിച്ചാണല്ലോ. വാ, ഇനി ഞാൻ തേക്കാം കേട്ടോ. വാ.
അതെ ചന്ദ്രു ഗ്യാങ് ഇല്ലെങ്കിൽ എന്താ നിന്റെ ഗ്യാങ് ബാങ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നോ? ഗ്യാങ് ബാങ്ങോ? എന്തൊക്കെയാ ബാബു അനാവശ്യങ്ങൾ പറയുന്ന തത്സമയത്തിരുന്നു. ഓ നിനക്ക് അനാപത്യം കാണിക്കാം, നമ്മൾ പറയുന്ന തെറ്റ്. ബാബു എങ്ങനെയുണ്ട് നിന്റെ ബംഗാളിലുള്ള ആൾക്കാർക്കൊക്കെ എങ്ങനെയുണ്ട്? എടാ സുഖം സുഖം സുഖം. പിന്നെ നമുക്ക് പിന്നെ ആൾക്കാരെ കേസ് പറയുമ്പോ അച്ഛൻ അമ്മ എല്ലാരും ഉണ്ടായിരുന്നല്ലോ ഇവിടെ. അപ്പൊ വിശേഷങ്ങൾ ഒരുപാടുണ്ടാവും. നമുക്കുണ്ടല്ലോടാ അളിയാ. എത്ര ഉണ്ട്? എനിക്ക് ഒരെണ്ണം. നിനക്കാ? എനിക്ക് ഒരെണ്ണേ ഉള്ളു, പേരറിയാ നിനക്കാ? ഒരെണ്ണം ഉണ്ട്, പേരറിയില്ല. അപ്പൊ ഒന്നേ ഉണ്ടെന്ന് നീ എങ്ങനെ പറയും? ചന്ദ്രൻ വിട് വിട്, ആ ടോപ്പിക്ക് വിട്, ഗ്യാങ് ഹൗസിലോട്ട് പോവാം. ഇതിലും വലിയ ലവന്മാരെ എടുത്ത് വെച്ചിട്ടുണ്ടാവും. ബാബു ഗ്യാങ് ഹൗസ് ഒക്കെ അടച്ചിട്ടേക്കോടാ. ആ ഗ്യാങ് ഹൗസ് ഇല്ലേ, അടിച്ചിട്ടിക്കുവാണോ? ആ ഇപ്പം ബാനിട്ട് കഴിഞ്ഞാൽ മിസ്റ്റർ എക്സ് ഒന്ന് മറ്റേ താക്കോലൊക്കെ കൊണ്ടുവരും അവര്, മറ്റേ പൂട്ടും താക്കോലൊക്കെ. ഓ ഓ ഓ അങ്ങനെ ഉണ്ടോ? ആ അടച്ചിട്ടിട്ട് അവരങ്ങ് പോവും. ഓ നല്ല സെറ്റപ്പാണല്ലോ അപ്പൊ. അതാണ് ചന്ദ്രൻ, ഞാൻ ഒരു കാര്യം പറയാം കേട്ടോ, ഞാൻ നിന്നെ കാണുമ്പോ പറയണം വിചാരിച്ചിരിക്കാണ്. നമ്മുടെ ഗ്യാങ്ങില് പണ്ടുണ്ട റൂൾസ് ഇല്ലേ, അത് കുറച്ച് നമ്മൾ മാറ്റണം. പണ്ടുണ്ട്? ആരുണ്ടത്? പണ്ട് നിന്റെ തണ്ട അറിയില്ലാത്ത തണ്ടയില്ലേ, ആ പുള്ളിയുടെ കാര്യം. നീ വെറുതെ എന്നെ കൊണ്ട് അത് പറഞ്ഞ് നിനക്ക് ഡ്രോമ വാങ്ങരുത്, ഓക്കെ? എടാ ചന്ദ്രു, നമ്മുടെ ഗ്യാങ്ങിൽ പണ്ട് മുതലുള്ള നമ്മുടെ ഗ്യാങ്ങിൽ ബിഫോർ ദാറ്റ് ടൈം ഉണ്ട റൂൾസ് ഇല്ലേ, അതിൽ കുറച്ച് മോഡിഫിക്കേഷൻസ് വരുത്തണം. കാരണം ചന്ദ്രു, ഇവന്മാർക്ക് ഒരു പണിയില്ലാതെ സിറ്റി നടക്കുന്നത് കൊണ്ടാണ് ഈ ബള്ളി എടുക്കുന്നത്. ബള്ളി എടുക്കുന്നത് കൊണ്ടാണല്ലോ ബാൻ കിട്ടുന്നത്. അതാണ് ആ ഇന്ന് ഇറങ്ങിയാണ്. കേറാൻ പറ്റത്തില്ല. അപ്പോ കേറാൻ പറ്റത്തില്ല. ഇങ്ങോട്ട് വന്നാണ്. ആ എടാ ദൈവം വന്ന് ദൈവമേ, പിന്നെ ഗ്യാങ് റോൾ ഒന്ന് വേണം, പിന്നെ ഒരു സ്കിൻ ഒന്ന് ഇട്ടരാവോ? ചെറുതായിട്ട് ഇത് മാറിപ്പോയി മുഖം. അതെ, ഞാൻ ഒരു സൈഡിലോട്ട് നിൽക്കാം. ബാബു ഇങ്ങോട്ടാ. ചന്ദ്രു എടാ ദൈവം വന്ന് ഞാൻ ഇത് റോളും വാങ്ങിച്ച് ഇതൊന്നും വാങ്ങിച്ചോട്ടെ, ഒറ്റ മിനിറ്റ്. ഗ്യാങ് റോള് അമ്പടാ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ഗ്യാങ് അടച്ചു പോടുന്നതിന്റെ അന്ന് വരെ എന്റെ റോൾ അവിടെ ഉണ്ടായിരിക്കും എന്റെ മുതലാളി എന്നോട് പറഞ്ഞതാണ്. കണ്ട ഗ്യാങ്ങും തുടങ്ങി വലിഞ്ഞു കയറി വന്നവനൊക്കെ എന്നെ ഭരിക്കുന്ന. കേറിക്കൂടെ? ചെറിയ പിള്ളേരല്ലേ. അറിയില്ല, നമ്മൾ കുറച്ച് ദിവസം നമ്മൾ പറയില്ലേ, ഫീൽഡിന്റെ വെളിയിൽ നിന്ന് കളി കാണുന്നെന്ന് പറഞ്ഞ് നമ്മൾ കളിച്ച കളിയൊന്നും മറന്നിട്ടുണ്ടാവൂലല്ലോ ദൈവമേ. എന്നിറങ്ങിയാലും ഫോമാണ്, അത് വേറെ കാര്യം. ഒയ്യോ കിട്ടിയേട്ടാ, പാനി കിട്ടി. ഏതാണ് തന്ത? ചന്ദ്ര, ആ കേസ് പറയാൻ നിനക്ക് ട്രോമ, നീ തോറ്റു പോവും. എനിക്ക് എപ്പോഴും നിന്നെ പറയുന്നത് എനിക്ക് ഇച്ചിരി ഉളുപ്പ് തോന്നുന്നുണ്ട്. ഇപ്പഴാണ് തോന്നി ശരിക്കും അവിടെ നിന്ന് വന്ന ലുക്കിലോട്ടായത്. പണ്ട് ഞാനും നീ ഒരുപോലെ ഇരിക്കുക, എന്ത് കണ്ട ഇപ്പഴാണ് കറക്റ്റ് ആയത്. നീ എങ്ങനെ മാറ്റണേ? ഇതാണ് ബാബുവിന്റെ ശരിക്കുള്ള മുടി, സ്പൈക്ക്. ഈ മുടി അല്ല ഇതല്ല എന്റെ മുടി കേട്ടോ, ഇതാണ് നിന്റെ മുടി ബാബു. ഈ ഓഞ്ഞ മുടി നിന്റത്. എടാ ഇതാണ് നിന്റെ മുടി, സത്യടാ. എടാ ബാബു ഇത് മതിയടാ, ഇതാണ് ഐഡന്റിറ്റി ബാബു. ഇതിലാണ് നീ വന്നത്. അല്ല നീ എന്നെ പോലെ കണ്ടത്? ഞാൻ നിന്നെ എന്ന പോലെ കണ്ടത് സിറ്റി വന്നോട്ട്. ആ നീ സിറ്റിയിൽ വരുന്നതിന് മുന്നേ ഞാൻ സിറ്റിയിൽ വന്നിട്ടുണ്ട്, അതേ നിനക്ക്? ഇല്ല. ആ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. എന്തിന്? നീ മുരളിയെ മൂഞ്ചിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ മുരളിയെ മൂഞ്ചിക്കാൻ തുടങ്ങിയതാണ്. അപ്പൊ എനിക്കാണ് സീനിയാരിറ്റി ഇതില്. അല്ല ഹൈറാർക്കി അല്ല, ഹൈറാർക്കി കേസ് പറയില്ല. ഹൈറാർക്കി വെച്ച് നോക്കണേ നീ വെളിയിൽ, അതിൽ എനിക്ക് മുന്നേ വെളിയിൽ മുരളി മൂഞ്ചിക്കാൻ തുടങ്ങിയ വേറെ പല ഗെയിമിലും. അതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല. കാലങ്ങളെ നമ്മള് പിന്തുടർന്നത്. അതെ സീറോ കൊടുക്കടാ ബാബു. അത് നീ ഡാഡ് സീറോ, നീ എനിക്ക് ഡാഡ് വണ്ണ്, എനിക്ക് ഡാഡ് വണ്ണ്. ഡാഡ് സീറോ നിനക്കടാ, എനിക്ക് ഡാഡ് വണ്ണുണ്ടാ.
എനിക്ക് ഒരു ഡാഡി ഉള്ളതാണ് എന്റെ ഫേസ് ഇങ്ങനെ ഇരിക്കണം. നിന്റെ ഫേസ് ഉണ്ട് ഇപ്പൊ ഇങ്ങനെ. ആ അത് കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം കേട്ടോ. നിന്റെ ഫേസ് എങ്ങനെ ഇരിക്കണം നീ കണ്ടുണ്ടാ? ഞാൻ ഫോട്ടോ എടുത്ത് ഇപ്പൊ വെച്ചേക്കാം. നീ വെച്ചോ. എടാ മം 0 ഇല്ലല്ലോടാ. നിന്റെ അച്ഛന് കണക്കില്ലാത്തോണ്ടാണ്. ആ അത് അച്ഛന്റെ കഴിവ്. ഞാൻ തിരിച്ചതുപോലെ അപ്പൊ നിന്റെ ഐഡന്റിറ്റി റിവീൽ ചെയ്തിട്ടല്ലേ? ആ ഐഡന്റിറ്റി റിവീൽ ചെയ്യുന്നില്ല. ഡാഡി 0 എനക്കുള്ള കലക്കിത് ഓക്സിജൻ അഴകത് പാട്ടളെ. ഞാൻ കുറച്ച് ഇപ്പം പാട്ട് പഠിക്കാൻ പോകുന്നുണ്ട്. ഗ്യാങ്ങിലെ ബാനൊക്കെ കിട്ടിയപ്പോഴത്തേക്കേ ഞാൻ കുറച്ച് ശുദ്ധ സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ല. എടാ മുഖം ശരിയാ ചന്ദ്ര കുറച്ചെങ്കിലും നോക്കട്ടെ. ഡാഡി 0 നീ എന്നെ തള്ളി നീക്കി ചന്ദ്രു കഴിവേരി തള്ളി നീക്കല്ലടാ. ഇവൻ തള്ളി നീക്കടാ ബുദ്ധിയില്ലാത്ത മണ്ടൻ. ദൈവം വന്ന് ഇത് വെച്ചിട്ട് പോയതാണ്ടാ ചന്ദ്രു. നിന്റെ ഫേസ് ഇത് മതി. പഴയ മുടി വേണ്ട. പഴയ ഇത് ഈ മറ്റേ മുടിയാണ് നല്ലത്. ഇത് ആന മൂക്ക്. ഈ മൂക്ക് ഞാൻ എവിടെ കണ്ടുണ്ടല്ല. ചൂച്ചായിരം മൂക്ക് ഇതുപോലത്തെ മൂക്കല്ലേ. ഞാനേ എനിക്ക് ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഒരുമിച്ചായിരുന്നു. നിനക്ക് അപ്പോഴെപ്പോഴും തന്നിട്ട് നിനക്ക് ഒന്നും ആവുന്നില്ല. ഒറ്റടിക്കലായിരുന്നു നിനക്ക് ഇഷ്ടം. മോനാണോ നീ? സൂസപ്പനല്ലേ? എടാ എന്റെ ഹെയർ ഏതാടാ? ബ്ലെൻഡ് 0 ആണോ? കേറാൻ പറ്റത്തില്ല. ബ്ലെൻഡ് ഇത് 0 സെലക്ട് ചെയ്യാൻ പറ്റാത്ത 45 വരുന്നുണ്ട്, 1 വരുന്നുണ്ട്, 0 പറ്റുന്നില്ല. 4 ഇടാ കുഴപ്പമില്ല. എടാ എന്ത് ബ്ലെൻഡ് 0 ഇട്ടു. എടാ ഇതിനി ഇറങ്ങുമ്പോഴത്തേക്ക് കോമഡി ആയിരിക്കുമടാ. അയ്യോ ഞാൻ പറഞ്ഞില്ലേ. എടാ എനിക്കറിയായിരുന്നടാ നീയൊക്കെ എന്നെ തേക്കുവാണ് ലിറ്ററലി. എന്റെ മുടി ഏതാ? ഇതാണല്ലോ എന്റെ മുടിയല്ലേ. എടാ എന്റെ മുഖം ശരിയായല്ലോ. മുഖം ശരിയായി ഗൈസ്. മുഖം ശരിയായി ആയില്ലേ? ഇതല്ലേ എന്റെ മുഖം. നോക്കിയേ മോം 21 തന്നെ. മോം 21 തന്നെ. ആ അല്ലല്ല ശരിയായില്ലേ? ശരിയായോ? മോം 21. ആയി സെറ്റായി. അപ്പൊ മോം 21 അല്ലടാ. അതിപ്പോ മുഖത്തിന്റെ വീതി കുഴപ്പമില്ലല്ലോ. ആ ഇത് തന്നെ മുഖം. ഓൾമോസ്റ്റ് ആയിരുന്നു. ഇപ്പൊ കറക്റ്റായി. 21 തന്നെ. മൂക്ക് ഭയങ്കര വലുതായിരുന്നു അല്ലേ? മൂക്ക് ഇച്ചിരി വലുതായി പോയി. എടാ ഇതൊക്കെ നിങ്ങൾ നേരത്തെ പറഞ്ഞു തരണ്ടേടാ. ഇതൊക്കെ നേരത്തെ ഒരു മീഡിയം മൂക്ക് മതി എനിക്ക്. ഇത് മൂക്ക് ഞാൻ ഇച്ചിരി വലുതാക്കി വെച്ചതായിരുന്നു, അതാണ് തെറ്റിപ്പോയത്. ആ ഇപ്പൊ ഞാനായി. സെറ്റായി. എടാ മോനെ ഐ എം ബാക്ക് 75 അല്ല 100% ഇത് തന്നെയാണ്. എന്താണ് വ്യത്യാസം? 75 ഇത് റോള് കൂടെ വാങ്ങിക്ക്. ആ /help
എടാ റോള് കിട്ടിയില്ലടാ, റോള് മാത്രം കിട്ടിയില്ല. ഹലോ ഓഫീസർ, റോള് കൂടെ തരാവോ? റോഡ് തരാൻ വേണ്ടിയിട്ടുള്ള ആളുകൾ ഇപ്പൊ കുറച്ച് തിരക്കിലാണ്. ഒരു കുറച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടെ ഒന്ന് ഹെൽപ്പ് ഇടും. ഓക്കെ 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 ഓക്കെ. ഇപ്പൊ ഇത് കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇടാൻ പറ്റുമോ? എങ്ങനെ കേട്ടില്ല? അല്ല ഇനി ഇടാൻ പറ്റുന്നില്ലല്ലോ ഹെൽപ്പ്. അത് ഞാൻ കംപ്ലീറ്റ് കൊടുത്തോളാം. ഓക്കെ ഓക്കെ ഡൺ ഡൺ ഡൺ. ഓക്കെ താങ്ക് യു ദൈവമേ. ചന്ദ്രു ഐ ആം ബാക്ക്. ഇപ്പൊ ഞാനായി. ഇപ്പൊ ശരിക്കുള്ള നിന്റെ തന്തേരെ ലുക്കായി നോക്കിയേ. നീ മറ്റേ ഡാഡ് സീറോ ടപ്പല്ലേ ശരിയായത്? ഡാഡ് സീറോ ടപ്പല്ലേ ശരിയായത്? അപ്പഴേ പറഞ്ഞില്ലേ ഞങ്ങൾക്ക് അല്ലല്ല ഡാഡ് വണ്ണായിരുന്നു ചന്ദ്രു. സത്യങ്ങൾ ആൾക്കാര് സത്യം മനസ്സിലാക്കാൻ തുടങ്ങി. അത് മതി. ഇപ്പൊ ദൈവത്തിന്റെ ചോദിച്ചോളൂ, നീ ഡാഡി 21 ഇട്ടിരിക്കുന്നേ. വണ്ടി ഓടിച്ചു ഞാൻ ഒന്ന് AFK ആവണം. ഒരു 5 മിനിറ്റ് എനിക്ക് ഇപ്പൊ വരാം. വണ്ടി ഓടിച്ചാണ്. ഓക്കെ ഓക്കെ ഡൺ. കേറി ഇതെങ്ങനെ വണ്ടി എടുക്കുന്നേ? ആളെ ഭയങ്കര തിരക്കാന്ന് തോന്നുന്നു. ചന്ദ്രു ഒക്കെ വലിയ ആളായി ഗൈസ്. എനിക്ക് ഹെൽത്ത് കൂടുന്ന സാധനങ്ങളൊന്നുമില്ല. ഹെൽത്ത് കൂടുന്ന സാധനങ്ങളൊന്നുമില്ല ഗൈസ്. ലൈക്ക് അടിക്കാത്തവരൊക്കെ ലൈക്ക് അടിച്ചേ ഗൈസ്. ഡു ലൈക്ക് ദ സ്ട്രീം. ഗ്രാഫിക്സ് കുറവ് പോലെ എടാ, ഗ്രാഫിക്സ് കുറച്ചിട്ടിരിക്കുന്ന ആളാ പണ്ടത്തെ പോലെ. ചന്ദ്രു മറ്റേ ഗഞ്ച കൊണ്ടുപോകും കേട്ടാ പുണ്ടച്ചി. തോന്നിച്ചിരുന്നു പറഞ്ഞു. പിന്നെ എന്താണ് ഇവിടെ ഹെൽത്ത് കൂട്ട ഉപയോഗിക്കുന്നത്? ഇവിടെ ഇത് ഞാൻ സ്റ്റാറ്റ്യൂട്ടറി വാണിംഗ് കാണിക്കുന്നുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഡോണ്ട് യൂസ്. ഹെൽത്ത് കുട്ടനാണ്. Goal completed. God of Shiva bro, thank you so much for the 5 AED super chat. God of Shiva bro, thank you so much. It's a lot. എവിടെ നീ റേഡി 8 ഉണ്ടെന്ന് കണ്ടിട്ട് നോക്ക്. നമ്മുടെ പൈമാലുണ്ടോ നോക്കിയെന്ന്. നോക്കട്ടെ. ഇന്ന് മീറ്റിംഗ് 8 മണിക്ക്. AJ Atom bro, thank you so much for 5 Qatar Riyal. 9 ഓക്കെ. നമ്മുടെ അജണ്ട എന്ന് പറഞ്ഞ അജണ്ട നമ്മുടെ അജണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുലലി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ഒരുപോലെ ഇരിക്കണം, മനസ്സിലായില്ലേ? നിനക്ക് അജണ്ട അവരെ ഫ്രണ്ടി വെച്ച് പറയാം, നിന്റെ ഫ്രണ്ടി വെച്ച് പറയാൻ നീ പ്ലാൻ മാറ്റും. ബാബു നീ വന്നിട്ട് കുറച്ച് അനുസരിച്ച് സംസാരിക്കാം കേട്ടാ. ഞാൻ അങ്ങനെയൊന്നും കാണിക്കില്ല. ഞാൻ എല്ലാം അറിയുന്ന ഒരുത്തിനെ പോലെ സംസാരിക്കൂ. ചന്ദ്രു നമ്മുടെ ജഡ്ജിനില്ലേ? സച്ചിൻ ടെണ്ടുൽക്കർ ഫുഡ് ഡിഡേറായിട്ട് എത്ര വർഷമായി? എടാ നീ വീണ്ടും ബംഗാളിൽ പോയിട്ട് വന്നപ്പോ നിന്റെ സൗണ്ട് വീണ്ടും മാറി കേട്ടാ. നീ വീണ്ടും മറ്റേ പഴയ സ്ലാങ് അവിടത്തെ മറ്റേ ബീഡാവാളെടുത്ത് സംസാരിച്ച് പഴയ സ്ലാങ് നിന്റെ. മലയാളം ഉടച്ചു ഒരു ഇത് പോയി. പക്ഷെ കുഴപ്പമില്ല. 2 days ഇവിടെ നിൽക്കുമ്പോ നിന്റെ കൂടെ വിളിച്ച് ഞാൻ മലയാളം തന്നെയും പറയും. അതുകൊണ്ട് പ്രശ്നമില്ല. മലയാളം മറന്നു പോകുന്നതല്ലല്ലോ. അവിടെ പോകുമ്പോ മാട്ട ബീഡ സംസാരം അല്ലെങ്കിൽ അവന്മാർ എന്നെ മലയാളിനെ വിളിക്കും. അതിൽ പരം ആശ്ചര്യം എനിക്ക് വേറെയില്ല. മലയാളികൾക്ക് കുഴപ്പമില്ല. മലയാളി എന്ന് പറയുമ്പോ എനിക്ക് നിന്നെ പോലെ മൈരല്ലേ ഓർമ്മ വരുന്നേ. Harikrishnan bro, thank you so much for the US $5. Babs with abs back. മലയാളി പൊളിയല്ലേ ഗൈസ്, പക്ഷെ ഇവനെ പൊള്ളമാരെ വെച്ച് കഴിഞ്ഞാൽ